നമ്മൾ ജീവിതമാകുന്ന യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു നിശ്ചയമില്ല. കാരണം അത്രയും കൺഫ്യൂഷനിലാണ് മനുഷ്യർ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫിലേക്ക് എത്താൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ നമ്മൾ വീഡിയോസിലൂടെയാണെങ്കിലും പല ട്രെയിനേഴ്സിലൂടെയാണെങ്കിലും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശത്രുരാജ്യത്തെക്കുറിച്ച് പഠിച്ചാലല്ലേ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ശത്രു രാജ്യത്തെക്കുറിച്ച് കൂടി പഠിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ ജീവിതമാവുന്ന നമ്മുടെ യുദ്ധത്തിൽ നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നെഗറ്റീവാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, നമ്മളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ പോസിറ്റീവിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ പറ്റുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞതാണ് ഞാനിന്ന് മറ്റുള്ളവരെ പരിശീലിപ്പിക്കുന്നത്. യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് എന്നൊരു സിസ്റ്റം. ഈ സിസ്റ്റത്തിലേക്ക് ആർക്കും കടന്നു വരാം. ഇതിന് യാതൊരു നിബന്ധനകളുമില്ല. കാരണം ഈ എൻ്റെ അനുഭവം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രപഞ്ചശക്തിയുടെ അത്ഭുതങ്ങളാണ്. ഈ അത്ഭുതങ്ങൾ ഏതൊരു മനുഷ്യനും അനുഭവിക്കാൻ യോഗ്യരാണ്. അതിന് നിങ്ങൾ അർഹരാണെന്ന് പറയുന്നതിന് തെളിവ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകാനുള്ള ഓപ്ഷൻ മുമ്പിലുണ്ടെന്നുള്ളതിന് തെളിവാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും നമ്മളുടെ പവറിനെ എക്സ്പീരിയൻസ് ചെയ്ത്, അതുപോലെ പ്രപഞ്ചശക്തിയായിട്ട് കണക്ട് ചെയ്ത് ജീവിതത്തിൽ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അനുഭവത്തിലൂടെ കടന്നു വന്നതിൻ്റെ പുറത്താണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. ഇതിനെ നമ്മളുടെ പവറിനെ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. കാരണം നിങ്ങളുടെ കഴിവിനേക്കാൾ വലുതാണ് നിങ്ങളുടെ പവർ. ഈ പവറിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഓക്കെ, താങ്ക് യു.